ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു പാറു. നമുക്കിന്നൊരു മുംബൈ യാത്രയെക്കുറിച്ച് സംസാരിച്ചാലോ? കഴിഞ്ഞിടെ ഞാൻ മുംബൈയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി, അപർണ ചേച്ചി ഇൻ്റർവ്യൂവിന് വേണ്ടി വന്ന. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചെക്ക് ചെയ്ത് ഞങ്ങളുടെ ഇൻഡിഗോ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് 2 ഫ്രണ്ട്സിനെ കിട്ടി, മറിയാമ്മയും ആതിരെ. അങ്ങനെ ഞങ്ങൾ 4 പേരും മുംബൈ ചെന്നു, റൂമൊക്കെ എടുത്തു. 2 ദിവസം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്തു. പക്ഷേ ആ 2 ദിവസം ഞങ്ങൾക്ക് ശരിക്കും ഒരു 2 വർഷം നിന്ന ഫീലായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ ക്ലോസ് ആയി. നല്ല സപ്പോർട്ടീവും കെയറിങ്ങുമായിട്ടുള്ള ഫ്രണ്ട്സ്. ഇന്നത്തെ കാലത്ത് നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ പാടാണ്. കാരണം എനിക്ക് തന്നെ പേഴ്സണലി നല്ല ഫ്രണ്ട്സിന് എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു റീസണും ഇല്ലാതെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിൽക്കും. അല്ലെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. പിന്നീട് നമ്മളെ നോക്കാതെ പോകുന്നവരുണ്ട്, കണ്ട മട്ട് നടിക്കാതെ പോകുന്നവരുണ്ട്. ശരിക്കും അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇതുപോലെ നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ നമുക്ക് ഭാഗ്യം വേണം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവലിങ്ങിലൂടെ കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യുമോ?